തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിനെ അറ്റാക്കിംഗ് മൂഡിൽ നേരിടുന്ന മുഖ്യമന്ത്രി LDF ചരിത്ര വിജയം നേടുമെന്നും പ്രഖ്യാപിച്ചു. പിണറായി പഞ്ചായത്തിലെ കാട്ടിലെ പീടിക ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേവലം തിരഞ്ഞെടുപ്പ് വിജയം പ്രതീക്ഷകൾക്കപ്പുറം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള ഇടതുപക്ഷത്തിന്റെ കണിശമായ മറുപടിയും ഭാവി രാഷ്ട്രീയത്തിന്മേലുള്ള വ്യക്തമായ സൂചനകളുമായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് LDF ഇതിനെ നേരിട്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ജനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണ LDFന് ലഭിക്കുന്നുണ്ടെന്നും ഇത് ചരിത്ര വിജയത്തിൽ കലാശിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ മാറ്റം UDFന്റെ പരമ്പരാഗത അതിർത്തികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പോലും LDFന് അനുകൂലമായി തരംഗം ഉണ്ടായി എന്നതാണ്. UDFന്റെ വിവിധ തദ്ദേശ അതിർത്തികൾ ഉൾപ്പെടെ LDFനെ സ്വീകരിക്കുന്നു എന്നാണ് ഇതുവരെയുള്ള അനുഭവം നൽകുന്ന സൂചന എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സംസ്ഥാനത്തുടനീളം ഭരണവിരുദ്ധ വികാരത്തെക്കാൾ ഭരണ അനുകൂല വികാരമാണ് നിലനിൽക്കുന്നതെന്ന ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലിനെ ശക്തിപ്പെടുത്തുന്നു. LDF സർക്കാർ കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും ദുഷ്പ്രചാരണങ്ങളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നുമാണ് ഇടതുപക്ഷം ഈ വിജയപ്രതീക്ഷയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ പലപ്പോഴും വിലയിരുത്തുന്നത് പോലെ ദുരന്തമുഖത്ത് സർക്കാർ നടത്തിയ ഇടപെടലുകളും സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുമാണ് ഈ തരംഗത്തിന് പിന്നിൽ. തിരഞ്ഞെടുപ്പുകളിൽ എന്നും ഒരു പ്രധാന വിഷയമായി ഉയർന്നു വരാനുള്ള ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത നടന്നു എന്നത് യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കുമ്പോഴും ആ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ അദ്ദേഹം കർക്കശമായ നിലപാടായി ഉയർത്തിക്കാട്ടി. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സമീപനത്തിന് വിശ്വാസികളുടെ പിന്തുണയുണ്ടെന്നും മുഖ്യമന്ത്രി വാദിച്ചു. ഈ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഇത്ര കൃത്യതയോടെ നടപടി ഉണ്ടാകില്ല എന്ന് വിശ്വാസികൾ എല്ലാവരും കരുതുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ പിന്തുണയുണ്ട്. ഈ നിലപാട് ശബരിമല പ്രക്ഷോഭങ്ങൾക്ക് ശേഷം വിശ്വാസികളിൽ നിന്ന് നേരിട്ട വിമർശനങ്ങളെ മറികടക്കാൻ LDF നടത്തുന്ന രാഷ്ട്രീയ നീക്കമായും വിലയിരുത്താം. അതേസമയം ഈ വിഷയത്തെ ഉപയോഗിച്ച് BJPയും കോൺഗ്രസും നടത്തുന്ന ദുഷ്പ്രചാരണങ്ങളെ മുഖ്യമന്ത്രി നിശിതമായി വിമർശിച്ചു. രണ്ടു കൂട്ടരും ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ പ്രയോഗം ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നതെന്നും BJPയും UDFും അവിശുദ്ധ കൂട്ടുകെട്ടാകുന്നുവെന്നുമുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാട് ആവർത്തിക്കുന്നതായിരുന്നു. എന്നാൽ ഈ വിഷയങ്ങളൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങൾക്കാണ് മുൻഗണനയെന്നും ശബരിമലയുടെ വൈകാരിക സ്വാധീനം കുറഞ്ഞു വരുന്നതെന്നുമുള്ള ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളിൽ ഏറ്റവും ശക്തമായ വിമർശനം ഉയർന്നത് യുവ നേതാവിനെതിരായ രണ്ടാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട KPCC സണ്ണി ജോസഫിന്റെ വിവാദ പ്രതികരണത്തോടെയായിരുന്നു. പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണെന്നും അതിന് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും സണ്ണി ജോസഫ് നടത്തിയ പ്രസ്താവനയെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. ഒരു പാർട്ടി നേതൃത്വം ഇത്തരം കുറ്റവാളികളെ ന്യായീകരിക്കുന്നത് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന സ്വാധീനത്തെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. ഇരയായ യുവതികൾ യഥാർത്ഥ വസ്തുതകൾ തുറന്നു പറയാൻ ഭയപ്പെടുന്നുവെന്ന ഗുരുതരമായ വിഷയം മുഖ്യമന്ത്രി ഉന്നയിച്ചു. ഇരയായ ആളുകൾ പങ്കുവച്ച ആശങ്കകൾ പരിശോധിച്ചാൽ അവരെ കൊന്നു തള്ളുമെന്ന ഭീഷണിയാണ് ഉയർത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ യഥാർത്ഥ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ ജീവൻ അപകടത്തിലാകുമെന്ന് അവർ ഭയക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ വന്നതിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്നും സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും എന്ന ചോദ്യവും ഈ വിഷയത്തിൽ UDF സ്വീകരിച്ച നിലപാട് എത്രമാത്രം ജനവിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. ഈ പ്രതികരണത്തിലൂടെ 2 ലക്ഷ്യങ്ങളാണ് മുഖ്യമന്ത്രി നേടിയത്. സ്ത്രീ സുരക്ഷാ വിഷയങ്ങളിൽ LDF സർക്കാരിന്റെ കണിശമായ നിലപാട് ഉറപ്പിക്കുക, പ്രതിപക്ഷ പാർട്ടികളിലെ യുവ നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങളെ ഉപയോഗിച്ച് UDFന്റെ ധാർമ്മിക നിലപാടുകളെ ചോദ്യം ചെയ്യുക. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ നടത്തിയ പ്രതികരണത്തെയും മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു. കൺവീനറുടെ പ്രസ്താവനയെ UDF നിലപാടായിട്ടേ കാണാനാകൂവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിജീവിതയ്ക്കൊപ്പമാണ് നാടും സർക്കാരും ഉള്ളത്, അത് തുടരുകയാണ് ചെയ്യുന്നതെന്നും ഊന്നി പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലും അതിജീവിതയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന സർക്കാർ നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ലക്ഷ്യമിടുന്ന സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ബഹുജനങ്ങളെല്ലാം തള്ളിയ സംഘടനയാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. മുസ്ലിം സമുദായത്തിൽ വലിയ വേരോട്ടമില്ലാത്ത ഒരു സംഘടനയുമായി വോട്ടിന് വേണ്ടി UDF സഖ്യം ഉണ്ടാക്കിയത് ഫലം കാണില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഈ നീക്കം UDFന് കൂടുതൽ ദോഷം ചെയ്യുമെന്നും എല്ലാ വിഭാഗങ്ങളും LDFനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടത് ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്ര നിലപാടുകളുള്ള സംഘടനയായി ചിത്രീകരിച്ചും അവരുമായി സഖ്യം ചേർന്ന UDFനെ പ്രതിക്കൂട്ടിലാക്കുക എന്നതാണ്. സമുദായത്തിന്റെ പൊതുധാരയെ LDF പിന്തുണയ്ക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് പരമ്പരാഗത UDF വോട്ടർമാരെയും മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെയും LDFലേക്ക് ആകർഷിക്കുക.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF കേവലം പ്രതിരോധത്തിൽ ഉലയുന്നില്ല, മറിച്ച് ആക്രമണപരമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. ഭരണത്തിന്റെ നേട്ടങ്ങൾക്കൊപ്പം പ്രതിപക്ഷത്തിന്റെ ദൗർബല്യങ്ങളും ധാർമ്മിക വിഷയങ്ങളിലെ ഇരട്ടത്താപ്പുകളും ശക്തമായി ഉയർത്തിക്കാട്ടാൻ അദ്ദേഹം ശ്രമിച്ചു. LDF ഭരണത്തെക്കുറിച്ച് നല്ല പ്രതികരണം തരംഗമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിപക്ഷ നേതാക്കളെ ന്യായീകരിക്കുന്നതിലൂടെ UDFന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം UDF മതേതര നിലപാടുകൾക്ക് കോട്ടം വരുത്തുന്നു. വിശ്വാസികളുടെ പിന്തുണ സർക്കാരിനുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. മൊത്തത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ കേവലം പ്രാദേശിക വിഷയങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നായി കാണുന്നില്ല എന്ന സൂചനയും നൽകുന്നു. മറിച്ച് ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആണെന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ പ്രതിപക്ഷം പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി LDFന് അനുകൂലമായ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കാനുള്ള ഫലപ്രദമായ രാഷ്ട്രീയ നീക്കമായിരുന്നു ഇത്. LDF ചരിത്ര വിജയം നേടുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഈ അറ്റാക്കിംഗ് തന്ത്രത്തിൽ ഇടതുപക്ഷം വെച്ചു പുലർത്തുന്ന അടിയുറച്ച ആത്മവിശ്വാസത്തെയാണ് എടുത്തു കാണിക്കുന്നത്.